ഹായ് പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളുടെ സ്വന്തം തോമസ് സക്രിയ കോട്ടയം ലൈഫ് ലാംഗ്വേജ് കോച്ചാണ്. പ്രിയ സുഹൃത്ത് സന്തോഷ് രാജശേഖരൻ തൻ്റെ IQ ചാനലിന് വേണ്ടി ഈ പരീക്ഷാകാലത്ത് കുട്ടികൾക്ക് ഉപകാരപ്പെടുന്ന, മാതാപിതാക്കൾക്ക് സഹായകമാകുന്ന ഒരു ചെറിയ വീഡിയോ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടതനുസരിച്ചാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിലുള്ളത്. പരീക്ഷാകാലം എന്നത് പരീക്ഷണ കാലമാണോ മക്കൾക്കും മാതാപിതാക്കൾക്കും? ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ സമയത്ത് വളരെ കുറച്ച് സമയം മാത്രമേ ഇനി നമ്മുടെ മുമ്പിലുള്ളൂ. ആ സമയം മറ്റ് ബുദ്ധിമുട്ടുകളില്ലാതെ, അലട്ടലുകളില്ലാതെ തങ്ങളുടെ പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ ഫൈനൽ ലാപ്പ് ഒന്ന് ഓടി തീർക്കാനായിട്ട് കുഞ്ഞുങ്ങൾക്ക് കഴിയുമെങ്കിൽ അത് ഏറ്റവും നല്ല ഒരു റിസൾട്ട് അവർക്ക് കിട്ടാനായിട്ട് ഇടയാകും. സംശയമില്ലാത്ത കാര്യമല്ലേ? അപ്പോൾ അതിന് സഹായിക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മളുടെ മക്കളെ സംബന്ധിച്ചോളം 10ാം ക്ലാസ്സിൻ്റെയോ അല്ലെങ്കിൽ 12ൻ്റെയോ ഫൈനൽ എക്സാമിനേഷനിലേക്ക് പ്രവേശിക്കുമ്പോൾ അവരറിയേണ്ടത് ഇതുവരെ അവരുടെ ജീവിതത്തിൽ എന്ത് പഠിച്ചു എന്ന്, ആ പഠിച്ചത് എത്രമാത്രം അവർക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞു എന്ന്, ഒരു പക്ഷേ ഇനിയും വാട്ട് ഈസ് നെക്സ്റ്റ് എന്ന് ചോദിച്ചാൽ അതിനൊരു കൃത്യമായ ഉത്തരം കണ്ടെത്താൻ നമ്മളുടെ സാമ്പ്രദായിക രീതികളനുസരിച്ച് കണ്ടെത്താനുള്ള ഒരു വഴിയായി മാത്രം പരീക്ഷയെ കാണുക. ഭയക്കേണ്ടതില്ല, നല്ല തയ്യാറെടുപ്പുകൾ ഉണ്ട് എങ്കിൽ. അപ്പോൾ അതിന് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത്, അത് ഏത് വിധത്തിലാണ് ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന് ചോദിച്ചാൽ, ഒന്നാമതായി നമ്മൾ അറിയേണ്ടത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പഠിക്കാനായി ഏറ്റവും ഇഷ്ടമുള്ള സമയം ഏതാണ്. അതായത് മറ്റ് ശല്യങ്ങളൊന്നുമില്ലാതെ, മറ്റ് അലട്ടലുകളൊന്നുമില്ലാതെ, ആശങ്കകളില്ലാതെ വളരെ സ്വസ്ഥമായി ഇരുന്ന് പഠിക്കാൻ കഴിയുന്ന ഒരു സമയം അവർ സ്വയം കണ്ടെത്തിയിട്ടുണ്ടോ, അല്ലെങ്കിൽ മാതാപിതാക്കൾ അവരെ സഹായിച്ചിട്ടുണ്ടോ? അതിന് തിരഞ്ഞെടുക്കുന്ന സ്ഥലവും സൗകര്യങ്ങളും ഒക്കെ പരമപ്രധാനമാണ് എന്നുകൂടി ഓർപ്പിക്കട്ടെ. ചില കുട്ടികളെ സംബന്ധിച്ചോളം അതിരാവിലെ എഴുന്നേറ്റ് ശാന്തമായിരുന്ന് പഠനം ആരംഭിക്കുന്നത് വളരെ പ്രയോജനകരമായി കണ്ടിട്ടുണ്ട്. എന്നാൽ ചില ആളുകൾ അവരുടെ ബയോളജിക്കൽ ക്ലോക്ക് അനുസരിച്ച്, നമ്മൾ സിർക്കേഡിയൻ ഋതം എന്നൊക്കെ പറയും, അനുസരിച്ച് ഏറെ വൈകി രാത്രിയിലെ ശാന്തത ഉപയോഗപ്പെടുത്താനാണ് ആഗ്രഹിക്കുക. എന്തുമായിക്കൊള്ളട്ടെ, നിങ്ങളൊരു മോർണിംഗ് ബേർഡോ നൈറ്റോളോ, ഇങ്ങനെയൊക്കെയാണ് സാങ്കേതിക പദങ്ങൾ, ആയിക്കോട്ടെ, ഏത് സമയത്തായിരുന്നാലും നിങ്ങൾ പഠിക്കാനിരിക്കുമ്പോൾ കൃത്യമായി ഓർക്കേണ്ടത് എത്ര സമയം നിങ്ങളുടെ മുമ്പിൽ ഉണ്ട് എന്നും, പാഠഭാഗങ്ങളിൽ എത്ര അളവ് വരെ, എത്ര ചാപ്റ്റേഴ്സ് വരെ പഠിച്ചു തീർക്കാൻ കഴിയുമെന്നും മുൻകൂട്ടി നിശ്ചയിക്കുകയും അത് പൂർത്തീകരിക്കുകയും വേണം. അപ്പം അത് വായിക്കുന്നതാണ് എങ്കിൽ ഒരു മുന്നറിയിപ്പ് തരാം: ഉറക്കം വരുന്ന ഘട്ടത്തിൽ വായന തുടരരുത്. ഉറക്കത്തെ ഒഴിവാക്കാനായിട്ട് ഞങ്ങൾ കൊച്ചു പ്രായത്തിലൊക്കെ ചെയ്തിരുന്നത് പോലെ കാലുകൾ വെള്ളത്തിലേക്ക് ഇറക്കി വെച്ച്, തണുത്ത വെള്ളത്തിലേക്ക് ഇറക്കി വെച്ച് വേണമെങ്കിലാകാം, അല്ലെങ്കിൽ വായിൽ വെള്ളം നിറച്ചുകൊണ്ടാകാം. നിങ്ങളുടെ രീതി എന്താണോ അത്. ഏതായിരുന്നാലും ഉറക്കം വരുന്ന സമയത്ത് ഒന്ന് എഴുന്നേറ്റ് ചുറ്റുമൊന്ന് നടന്നിട്ട് തിരികെ വന്നിരുന്ന് പഠിക്കുന്നതോ, മുഖമൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കുന്നതോ, അല്ലെങ്കിൽ പകൽ നേരം ആണെങ്കിൽ ജനലൊന്ന് തുറന്ന് പുറത്തെ കാഴ്ചകൾ കാണുന്നതോ ഒക്കെ നമ്മളെ സഹായിക്കും, സംശയം വേണ്ട. അപ്പോൾ പഠനവേളകളിൽ നമ്മളിങ്ങനെ ഒരു അവധി എടുക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു ചെറിയ റെസ്റ്റ് എടുക്കാനായിട്ട് തീരുമാനിക്കുമ്പോൾ ഉണ്ടാകുന്ന അപകടം എന്താണെന്നറിയോ? നിങ്ങൾക്ക് തന്നെ അറിയാം. പിന്നെ ആ വഴിക്കോട്ട് വരുന്നത് കുറേ സമയം കഴിഞ്ഞിട്ടായിരിക്കും. അതുകൊണ്ട് അത്തരം സന്ദർഭങ്ങളിൽ എന്തായിരിക്കണം നിങ്ങളുടെ നിലപാടെന്നുള്ളത് ഞാൻ കണ്ടെത്തിയ ഒരു വഴി പറഞ്ഞുതരാം. നിങ്ങൾക്കൊരു ടീ വേണം. സംശയിക്കേണ്ട, TEA. പക്ഷേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ചായ അല്ല എന്ന് മാത്രം. ഫ്രണ്ട്സ്, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ടൈം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് ടൈം അൺനെസസറിലി കൺസ്യൂം ചെയ്യുന്ന ഓരോ ആക്ടിവിറ്റിയും പഠനത്തിനിടയിൽ എടുക്കുന്ന റെസ്റ്റിൽ നിങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കരുത്. സോ ടൈം സേവിങ് ആയിട്ടുള്ള ഏതെല്ലാം തരം ആക്ടിവിറ്റികളുണ്ടോ, ഒന്ന് ഒരു പാട്ട് കേൾക്കലോ, അല്ലെങ്കിൽ ഒന്ന് ഒരു ഇത്ര വെള്ളം കുടിക്കലോ, അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ ഭക്ഷണം, ഒരു ഇൻടേക്ക് ചെയ്യുന്നതോ ഒക്കെ ആകാം, വാട്ട് എവർ ഈസ്. പക്ഷെ ടൈം കൺസ്യൂമിങ് ആയിരിക്കരുത്. ഫസ്റ്റ് ടി എന്ന് പറയുന്ന കോൺസെപ്റ്റിലെ ഫസ്റ്റ് ലെറ്റർ T സ്റ്റാൻഡ്സ് ഫോർ ടൈം. രണ്ടാമതായി
റിലാക്സേഷൻ ടെക്നിക്കിൽ നമ്മൾ TEA എന്ന് പറയുന്ന കോൺസെപ്റ്റിൽ നിന്ന് ഇനി മനസ്സിലാക്കേണ്ടത് സെക്കൻഡ് ലെറ്റർ ആയിട്ടുള്ള E ആണ്. E സ്റ്റാൻഡ്സ് ഫോർ എനർജി. ഇത്രയും ഗൗരവമായി പഠിക്കുന്ന ഈ കാലഘട്ടത്തിൽ നിങ്ങളുടെ ശാരീരിക ക്ഷമത വളരെ നല്ല നിലയിൽ നിലനിർത്തേണ്ടതുണ്ട്. അപ്പൊ അതിന് വിഘാതമായ തരത്തിൽ ഒരു പക്ഷേ ഒന്ന് റിലാക്സ് ചെയ്യാം, എന്നാൽ പോയി കുറച്ചു നേരം ക്രിക്കറ്റ് കളിച്ചിട്ട് വരാം, അല്ലെങ്കിൽ കുറച്ചു നേരം ഫുട്ബോൾ കളിച്ചിട്ട് വരാം എന്ന് വെച്ചാൽ ഫിസിക്കലി മെന്റലി യു വിൽ ബി എക്സോസ്റ്റഡ്. ഈവൻ മൊബൈൽ ഗെയിമിൽ പോലും അതുണ്ട്. നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവുമെന്ന് ഞാൻ തന്നെ കരുതുന്നു. പിന്നെ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഇൻട്രസ്റ്റ് തന്നെ നഷ്ടപ്പെട്ടു പോകും. ഇനിയും താല്പര്യം ഉണ്ടെങ്കിൽ പോലും ശരീരം അതിനെ അനുവദിക്കാത്ത വിധത്തിൽ നിങ്ങൾ തളർച്ചയിലായി പോകും. അപ്പോൾ നിങ്ങളെ തളർത്തുന്ന യാതൊരു ആക്ടിവിറ്റിയിലും, ഫിസിക്കലി മെന്റലി നിങ്ങളെ തകർക്കുന്ന യാതൊരു ആക്ടിവിറ്റിയിലും നിങ്ങൾ ഈ പരീക്ഷയുടെ കാലത്ത് ഏർപ്പെടരുത് എന്നുള്ളത് കൃത്യമായിട്ട് ഓർക്കുക. മാതാപിതാക്കൾ ഈ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ അതിന് എനർജിയെ സേവ് ചെയ്യാൻ കഴിയുന്ന, എനർജി ഇൻക്രീസ് ചെയ്യാൻ കഴിയുന്ന, എനർജിയെ ഡെവലപ്പ് ചെയ്യാൻ കഴിയുന്ന എന്തെങ്കിലും ആക്ടിവിറ്റികൾ ഒരു പക്ഷേ ഒന്ന് കണ്ടു നോക്കൂ, ഒന്ന് ചെയ്തു നോക്കൂ. പലതരത്തിൽ അത് നിങ്ങൾക്ക് നെറ്റിലൊക്കെ അവൈലബിൾ ആണ്. മൂന്നാമതായിട്ട് ഉള്ള ലെറ്റർ എന്ന് പറയുന്നത് A ആണ്. ഡെഫിനറ്റ്ലി അറ്റൻഷൻ. A സ്റ്റാൻഡ്സ് ഫോർ അറ്റൻഷൻ എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അൺഡിവൈഡഡ് ആയിട്ടുള്ള ഒരു അറ്റൻഷൻ ഈ സമയത്ത് നിങ്ങൾ ഡെവലപ്പ് ചെയ്തെടുക്കണം. കാരണം ഫോക്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അൺഡിവൈഡഡ് അറ്റൻഷന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ ഫോക്കസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ തന്നെ മനസ്സിലാക്കേണ്ടത് യുവർ മൈൻഡ് വിൽ ബി വൺ പോയിന്റഡ്, സിംഗിൾ മൈൻഡഡ് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യമാണ്. നിങ്ങളുടെ മനസ്സ് പലവിധ കാരണങ്ങളാൽ ഡിവൈഡഡ് ആണ് എങ്കിൽ what is going to happen? You cannot focus on, concentrate on what you want to study well. ഫോക്കസ് ചെയ്താലുള്ള മെച്ചം എന്താണ്? വളരെ കുറച്ച് സമയം കൊണ്ട് ഏറെ കാര്യങ്ങൾ പഠിക്കാനും പഠിച്ച കാര്യങ്ങൾ ഓർമ്മയിൽ സൂക്ഷിക്കാനും. അപ്പോൾ യു നീഡ് ഓൺലി ലെസ് ടൈം, മോർ ഡീറ്റെയിൽസ് യു ക്യാൻ അക്വയർ ആൻഡ് ദാറ്റ് വിൽ ബി രജിസ്റ്റേർഡ് ഫോർ എ ലോങ് ടൈം. സോ അങ്ങനെ റിവാർഡിങ് ആണ് നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാൻ കഴിഞ്ഞാൽ. ഇൻസ്റ്റെഡ് ഇഫ് യു ആർ ഡിവൈഡഡ്, നിങ്ങളുടെ എഫേർട്ട് കൂടും, റിസൾട്ട് കുറയും, ആൻഡ് യു വിൽ ലൂസ് യുവർ കോൺഫിഡൻസ്. സോ അതുകൊണ്ട് തന്നെ മാതാപിതാക്കൾ അതിനു വേണ്ട എല്ലാ ക്രമീകരണങ്ങളും കുഞ്ഞുങ്ങൾക്ക് ചെയ്തു കൊടുക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഒപ്പം അവസാനമായി മാതാപിതാക്കളോട് പറയട്ടെ, ഈ കഴിഞ്ഞ നാളുകളിലൊക്കെ അവർക്ക് നന്നായി പഠിക്കാമായിരുന്നു, നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്, പക്ഷെ അവരങ്ങനെ ചെയ്തിട്ടില്ല. ഈ നിമിഷം അതൊക്കെ ഓർപ്പിച്ച് കുറ്റപ്പെടുത്തി സംസാരിക്കുന്നതിനേക്കാൾ നല്ലത്, കുഞ്ഞുങ്ങൾ നമ്മളുടെ ലൈഫ് ടൈം ഇൻവെസ്റ്റ്മെന്റ് അല്ലേ, അതുകൊണ്ട് അവരോടൊപ്പം നിൽക്കൂ. എരുതിയിലെ എണ്ണ എന്ന നിലയിലാകാതെ നമ്മുടെ വണ്ടിയിലൊക്കെ ഉള്ള പോലെ ഒരു ഷോക്ക് അബ്സോർബറായി വർത്തിക്കാൻ കഴിയുമോ? കാരണം ദേ ആർ ദ ലൈഫ് ടൈം ഇൻവെസ്റ്റ്മെന്റ്. നമുക്ക് അവരവരുടെ ജീവിതം കൊണ്ട് റിട്ടേൺ ചെയ്യാൻ പോകുന്ന ഏറ്റവും നല്ലൊരു അവസരമാണ് അവരുടെ പരീക്ഷാകാലം. ഹെൽപ്പ് ദം ടു ഡു ദാറ്റ്.